നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനൊരു ഉപ്പുമാവിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല സാധനങ്ങൾ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട്. ഇത് ചെറിയ ഒരു വ്യത്യാസത്തോടുകൂടി നമ്മൾ അധികം ഉണ്ടാക്കാറില്ലാത്ത ഒന്നാണ് മില്ലറ്റ് വെച്ചാണ് ഞാൻ ഉപ്പുമാവ് ചെയ്തിരിക്കുന്നത്. മില്ലറ്റ് എന്ന് പറയുമ്പോൾ പല വെറൈറ്റി ആയിട്ടുള്ള മില്ലറ്റ് ഉണ്ട്. ഞാനിവിടെ ചാമ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. മില്ലറ്റ് വളരെ പോഷകഗുണമുള്ള ഒന്നാണ്. നമ്മുടെ വീറ്റ് ആയാലും അതുപോലെ തന്നെ പോളിഷ് റൈസ് ആയാലും അതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ പോഷകഗുണം മില്ലറ്റിനുണ്ട്. നമ്മുടെ നാട്ടിൽ അത്ര അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ അവൈലബിൾ ആണ്, പക്ഷെ ഒരുപാട് പേര് അതൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണിത്. ഇതുകൊണ്ട് ഒരുപാട് വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. ഇത് വളരെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഷുഗർ റെഡ്യൂസ് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ്. വെയിറ്റ് ലോസിനും വളരെ നല്ലതാണെന്ന് സ്റ്റഡിയിലൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ മില്ലറ്റ് വെച്ചിട്ടുള്ള ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുവരാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് രുചികരം ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോകാം. അപ്പം ഇതിനു വേണ്ടി ഞാനിപ്പം 1/2 കപ്പ് മില്ലറ്റ് ആണ് എടുത്ത് ഇരിക്കുന്നത്. ഒരു 20 മിനിറ്റോളം ഏകദേശം ഞാനിത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതായത് മില്ലറ്റ് നന്നായി കഴുകിയതിന് ശേഷം നമ്മൾ ഇത് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം എടുത്ത് അത് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഏതാണ്ട് ഒരു 20 മിനിറ്റോളം ഞാൻ സോക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഒരു ചെറിയ സവാള ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ബീൻസ് അരിഞ്ഞത് ഇത് ഏതാണ്ട് ഒരു 1/2 കപ്പ് ഉണ്ട്. അതുപോലെ ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞത് ഇതും ഏതാണ്ട് ഒരു 1/2 കപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തക്കാളി അരിഞ്ഞത്, 2 പച്ചമുളക്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത് ഏതാണ്ട് ഒരു ടീസ്പൂൺ വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ നെയ്യ്, ആവശ്യമായ ഉപ്പ്, വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു പാൻ വെച്ചു. അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നെയ്യ് ചൂടായി വരുമ്പം ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി തുടങ്ങിയിട്ട് നമുക്ക് ഇതിലോട്ട് ഉഴുന്നിട്ട് കൊടുക്കാം. നമ്മൾ ഇതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ബീൻസ്, ക്യാരറ്റ് ഇത്രയും ചേർത്ത് ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. എന്നിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇഞ്ചി. ഞാനിതിൽ പച്ചമുളക് വട്ടത്തിലാണ് അരിഞ്ഞത്. നിങ്ങൾക്ക് നീളത്തിൽ അരിഞ്ഞാലും മതി, കാരണം ബീൻസ് ഉള്ളതാണ്. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുകയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞളും കൂടി ഇടുകയാണ്. മഞ്ഞളും കൂടി ചേർത്തൊന്ന് വഴറ്റാം. ഇതിലോട്ട് തക്കാളി ചേർക്കാം. അതുപോലെ തന്നെ കറിവേപ്പില. ഇപ്പം എല്ലാം മിക്സായി ഒന്ന് വാടിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 3 മിനിറ്റോളം ഇങ്ങനെ എല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കണം. നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് തിള വന്ന് തുടങ്ങണം. ഒന്ന് അടച്ചു വെക്കാം. ഇപ്പം ഏതാണ്ട് തിള വന്ന് തുടങ്ങി. നമുക്ക് സിമ്മിൽ വെക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന, അതായത് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മില്ലറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം മില്ലറ്റൊക്കെ ചേർത്തു. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് കൊണ്ട് ശരിക്കും വെന്ത് കിട്ടും. നമുക്കിനി ഇത് അടച്ചു വെക്കാം. വെന്ത് വരട്ടെ. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ അത് കുക്കായി കിട്ടും. ഇതൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിത് ഓപ്പൺ ചെയ്യാണ്. വെള്ളമൊക്കെ നന്നായി വറ്റി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. തീ ഓഫ് ചെയ്യാണ്. നമ്മൾ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തു. ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി. കുറച്ച് നെയ്യ് നമുക്ക് മുകളിൽ ഇങ്ങനെ ഒന്ന് തൂവി കൊടുക്കാം. നമ്മൾ ആദ്യം നെയ്യ് ഉപയോഗിച്ചതാണ്. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച്
ഒരു 5 മിനിറ്റ് വെക്കാം. നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് അടച്ച് വെക്കാം. എന്നിട്ട് സെർവ് ചെയ്യേണ്ട സമയത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ നമ്മുടെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മില്ലറ്റ് ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ സ്വാദുമുള്ള ഒരു ഉപ്മാവാണിത്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ മില്ലറ്റിൻ്റെ ഗുണങ്ങളും കൂടി ആകുമ്പോൾ നല്ല ഒന്നാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് തന്നെ അറിയിക്കണം. അടുത്ത റെസിപ്പിയുമായി കാണുന്നതുവരെ ബൈ.